ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി എഗ് റൈസാണ്. അപ്പോൾ എഗ് റൈസ് എന്ന് പറയുമ്പോൾ തന്നെ ഇറച്ചിയും മീനും ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ട, നല്ല അടിപൊളി റൈസാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം അതിലേക്കുള്ള ബസ്മതി റൈസൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 1.5 കപ്പ് അളവിൽ അരി 3 കപ്പ് വെള്ളത്തിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചതാണ്. പിന്നെ നമുക്കിതിലേക്ക് 4 കോഴിമുട്ട ആവശ്യമുണ്ട്, അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്ന ചെറിയുള്ളിയാണ്, ഒരു 10-12 ചെറിയുള്ളി, അതുപോലെ തന്നെ 7-8 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി നന്നായിട്ട് ചതച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒന്ന് നന്നായിട്ട് ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും അതിൻ്റെ നമ്മൾ ഇഞ്ചി ചതച്ചതിൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗവും കൂടെ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചത് ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു സമയം കൊണ്ടിട്ട് നമുക്ക് ഇതിലേക്കുള്ള മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ 4 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഉള്ളിയിലേക്ക് ഇട്ട ആ ഒരു പൊടികളുടെയൊക്കെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് വേഗം മിക്സ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് തരിയായിട്ട് പെട്ടെന്ന് തന്നെ മുട്ടയ്ക്ക് നന്നായിട്ട് പൊടിഞ്ഞ് വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ കിടക്കുമ്പോൾ ആ ഒരു പരുവത്തിൽ റൈസിൽ കിടക്കണ കാണാനാണ് കേട്ടോ ഒരു ഭംഗിയുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് റെഡിയായി കഴിയുമ്പോൾ അതൊന്ന് മാറ്റിയിട്ട് സെയിം പാനിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ളത് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് വീണ്ടും 1.5 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ബാക്കിയുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി അതൊന്ന് റെഡിയായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സവാള ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കണം കേട്ടോ ഏകദേശം. അപ്പോൾ സവാളയും കൂടെ ചേർത്തിട്ട് സവാളയും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ സവാളയുടെ കൂടെ തന്നെ നമ്മളിവിടെ പച്ചമുളകാണ് ചേർക്കുന്നത്. ഒരുപാടൊന്നുമില്ല, 2 ചെറിയ പച്ചമുളകാണ്, അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് 2 എണ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീരെ നേരിയതായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും വഴറ്റി ഒരുപാട് വേവിച്ച് കുളമാക്കി കളയരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാളയ്ക്കും ക്യാരറ്റിനും ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ അതൊന്ന് വാടി വന്നപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ അളവിൽ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബിരിയാണി മസാല അല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാലയാണ്. അപ്പോൾ ബിരിയാണി മസാല ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർക്കാം, അതിൽ കൂടി പോകണ്ട. ഗരം മസാല ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. ആ ഒരു എഫക്റ്റ് കൂടിയതാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാകും, അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ മുട്ട നമ്മൾ ചിക്കി വെച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് ആ മുട്ടയിലേക്ക് ആ ഒരു മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുന്നിടം വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഇതുപോലെ ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, ഇനി ഒരുപാട് പണികളൊന്നും ഇല്ല. ഇനി റൈസ് ഒന്ന് ഉടഞ്ഞു പോകാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തേക്കാം. പിന്നെ ഈ റൈസിൽ നമ്മൾ ഉപ്പ് മാത്രമേ ഇടുകയുള്ളൂ. വേവിക്കുമ്പോൾ വേറെ മസാലകളോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല, വെറുതെ റൈസ് ഉപ്പ് മാത്രം ഇട്ടിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ കറക്റ്റ് വേവിൽ വെള്ളം ഒഴിച്ചിട്ട് എടുക്കുക. ഒരുപാട് വെള്ളത്തിൽ ഊറ്റിയൊന്നും വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള ചോറ് വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യണതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തേക്കുക. അപ്പോൾ നോർമൽ റൈസ് ആകുമ്പോഴത്തേക്കും മല്ലിയിലയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.